നമസ്കാരം. ഇന്ത്യൻ സിനിമയിൽ ഇത്രയും ഉജ്ജ്വലമായ അഭിനയ മുഹൂർത്തങ്ങളെ കാഴ്ചവെച്ച ഒരു മഹാനടനെ ഇന്ത്യയിൽ വേറെ കണ്ടിട്ടില്ല. അത്രയ്ക്കും അഭിനയ ഗാംഭീര്യമുള്ള ഒരു നടനായിരുന്നു സത്യൻ. വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായിരുന്ന തകഴി ശിവശങ്കരപിള്ളയുടെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനെ പോലെ ജീവിക്കുകയായിരുന്നു. അതുപോലെ ചെമ്മീൻ എന്ന സിനിമയിലെ പളനി എന്ന കഥാപാത്രം, അതുപോലെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളിലെയും കഥാപാത്രങ്ങൾ വളരെ മികവുറ്റതായിരുന്നു. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലെ ചെല്ലപ്പൻ എന്ന പാർട്ടി പ്രവർത്തകന്റെ ദുരന്തപൂർണമായ കഥാപാത്രത്തെ വളരെ മെയ്വഴക്കത്തോടു കൂടിയാണ് സത്യൻ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചത്. കള്ളുഷാപ്പിൽ വെച്ച് സത്യനും നസീറും കള്ളുകുടിക്കുന്ന രംഗങ്ങൾ എത്ര മനോഹരമായ രീതിയിലാണ് സംവിധായകൻ KS സേതുമാധവൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലെ സത്യന്റെ അഭിനയവും സംഭാഷണങ്ങളും മലയാളികളുടെ മനസ്സിൽ നിന്നും മായാത്ത അനുഭവങ്ങളാണ്. അതുപോലെ സത്യനും ഷീലയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയുള്ള ജീവിതം വളരെ വേദനിപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു. സത്യൻ സംശയത്തിന്റെ നിഴലിലും പരുക്കൻ സ്വഭാവത്തിലുമായിരുന്നു ഷീലയോട് പെരുമാറിയിരുന്നത്. ആ അഭിനയ മുഹൂർത്തങ്ങൾ വളരെ കരുത്തുറ്റതായിരുന്നു. കമ്പനിപ്പടിയിൽ തൊഴിലാളികൾ സമരം ചെയ്തുകൊണ്ട് നിന്നപ്പോൾ സത്യൻ ബഹദൂറിന്റെ കടയിൽ വീട് വിളിച്ചുകൊണ്ട് സമരത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ രൂപത്തിലും ഭാവത്തിലും വീക്ഷിക്കുകയായിരുന്നു. ഉടനെ അവരാചന്ദ്രൻ മുതലാളിയുടെ ഗുണ്ടകൾ സമരം ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളെ ആക്രമിക്കുന്നു. അപ്പോൾ സത്യന്റെ ശരീരത്തിലും മനസ്സിലും കണ്ണുകളിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വർഗബോധം പടർന്നു പന്തലിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. സത്യൻ ഒരു കരുത്തനെ പോലെ ഗുണ്ടകളെ നേരിടുന്നു. ആ സംഭവങ്ങൾ സത്യന്റെ അതിമനോഹരമായ അഭിനയ മുഹൂർത്തങ്ങളായിരുന്നു. ദുരന്തപൂർണമായ തന്റെ ജീവിതം തേടി തന്റെ മക്കളെ കാണുവാൻ സത്യൻ എത്തുമ്പോൾ തന്റെ പൊന്നോമന മകൾ ചത്തുപോയെന്ന് തന്റെ മകനിലൂടെ സത്യൻ അറിയുന്നു. അപ്പോൾ സത്യനിൽ ഉണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങളും സത്യന്റെ കണ്ണുകൾ ഈറനണിയുമ്പോൾ ഏതൊരു മനുഷ്യ ഹൃദയവും തേങ്ങിപ്പോകുമായിരുന്നു. അത്രയ്ക്കും അഭിനയ കലയുടെ വലിയൊരു സർവകലാശാലയാണെന്ന് നമുക്ക് തോന്നിപ്പോകുമായിരുന്നു. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമ കണ്ടിറങ്ങി വന്ന ജനങ്ങൾ സത്യന്റെ വിയോഗത്താൽ കരഞ്ഞുകൊണ്ടായിരുന്നു തിയേറ്ററിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ടിരുന്നത്. അത്രയ്ക്കും ജനഹൃദയങ്ങളെ സ്വാധീനിച്ച ഒരു നടനായിരുന്നു സത്യൻ. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നിട്ടും സത്യൻ ദുഃഖിതനായിരുന്നു. തന്റെ 3 മക്കളും അന്ധന്മാരായിരുന്നു. 59 വയസ്സിനുള്ളിൽ അദ്ദേഹത്തിന് 150-ൽ പരം സിനിമകളിൽ അഭിനയിക്കുവാൻ കഴിഞ്ഞുള്ളായിരുന്നു. 1971 ജൂൺ 15-ാം തീയതി പുലർച്ചെ ആയിരുന്നു സത്യൻ മരണപ്പെട്ടത്. ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിന്റെയും ഒരു കാലഘട്ടത്തിന്റെ ദുരന്തപൂർണമായ അനുഭവങ്ങൾ അതേപോലെ പകർത്തി അഭിനയിക്കുവാൻ കഴിഞ്ഞത് സത്യൻ എന്ന ആ അമൂല്യ നടനെ കൊണ്ട് മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. KPS ലളിതയും കവിയൂർ പൊന്നമ്മയും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, സത്യൻ മാഷിന് പകരം വയ്ക്കുവാൻ വേറൊരു നടൻ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന്. ഇതേ അഭിപ്രായം തന്നെയായിരുന്നു നസീറിനും മധുവിനും ഉണ്ടായിരുന്നത്. മമ്മൂട്ടി സത്യനെ അനുകരിക്കുന്ന ഒരു നടനായിരുന്നു. മമ്മൂട്ടി മാത്രമല്ല, മലയാള സിനിമയിലെ പല പ്രമുഖ നടന്മാരും സത്യനെ അനുകരിച്ചിരുന്നു. ഇന്നത്തെ യുവാക്കൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് സത്യന്റെ സിനിമകൾ ഓൺലൈനിൽ തിരഞ്ഞുപിടിച്ച് കാണുന്നത്. എക്കാലത്തും സത്യന്റെ സിനിമകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന സിനിമകളായിരുന്നു. വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ സത്യന് ഓസ്കാർ അവാർഡ് കൊടുക്കുമായിരുന്നു. അഭിനയ കലയുടെ ഒരു വലിയ സർവകലാശാലയായി ലോകം സത്യനെ വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ട സത്യൻ മാഷിന് സാരംഗി ന്യൂസിന്റെ ആദരാഞ്ജലികൾ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാരംഗി ന്യൂസ്.